നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് 2 കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കേന്ദ്ര ബജറ്റിൽ കേരളമെന്ന വാക്കുപോലും പരാമർശിച്ചില്ല. ബജറ്റ് പ്രഖ്യാപനത്തിൽ പരിഗണിച്ചത് കേന്ദ്ര മന്ത്രിസഭയുടെ നിലനിൽപ്പ് മാത്രമെന്നും AK ബാലൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് പാലക്കാട്ട് CITUവിന്റെ കുറ്റവിചാരണ. തൃശൂരിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ രക്ഷപ്പെട്ടു. അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത് ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പെരേര ശിക്ഷിക്കപ്പെട്ടത് ലഹരി കേസിൽ. രക്ഷപ്പെടൽ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ. കലിതുള്ളി കാലവർഷം. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാട്. മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി വിതരണവും കേബിൾ TV ഇന്റർനെറ്റ് സംവിധാനവും താറുമാറായി. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്ക്. മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാനയെ കണ്ടത് ആറ്റൂരിലെ വാഹന ഷോറൂമിന് സമീപം. വന്യമൃഗങ്ങൾ പതിവായി നാട്ടിലിറങ്ങുന്നത് തടയാൻ സത്വര നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് 2 കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പാലക്കാട്ട് CITU സംഘടിപ്പിച്ച കുറ്റവിചാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ബാലൻ. ബജറ്റിൽ കേരളമെന്ന വാക്കുപോലും പരാമർശിച്ചിട്ടില്ലെന്നും വലിയ അവഗണനയാണ് സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചതെന്നും AK ബാലൻ കുറ്റപ്പെടുത്തി. കേരളത്തിന് ഒരു ആശ്വാസ പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ അവഗണിച്ചു. സംസ്ഥാനത്തിനുള്ള വിഹിതങ്ങൾ പല ഘട്ടങ്ങളിൽ വെട്ടിക്കുറച്ചു. കേരളത്തിന് ആവശ്യപ്പെട്ട സാമ്പത്തിക പാക്കേജും പദ്ധതികളും അനുവദിച്ചില്ല. മന്ത്രിസഭയുടെ നിലനിൽപ്പ് മാത്രം പരിഗണിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം നടന്നത്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചാണ് കേരളം വികസന പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും AK ബാലൻ പറഞ്ഞു. ഈ കേരള സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? കേരളത്തിലെ മലയാളികൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? ഇവിടെയാണ് കേരളത്തിൻ്റെയും മലയാളിയുടെയും സ്വത്വബോധം ശക്തിപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും നമ്മൾ ഇനിയും നേരിടേണ്ടി വരിക. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, CITU ജില്ലാ പ്രസിഡന്റ് PK ശശി, TK നൌഷാദ്, TK ഹംസ, SB രാജു, TK അച്യുതൻ, പത്മിനി ടീച്ചർ, RG പിള്ള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ രക്ഷപ്പെട്ടു. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പെരേരയാണ് രക്ഷപ്പെട്ടത്. ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് പെരേര. അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് എന്നെഴുതിയ വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് രക്ഷപ്പെടുമ്പോൾ ഇയാളുടെ വേഷം. പ്രതിക്കായി തൃശൂർ സിറ്റി പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ലഹരി കേസിൽ പിടിയിലായ ഇയാൾ ജയിൽ മാറ്റത്തിന്റെ ഭാഗമായാണ് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത്. വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിലാണ് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയത്. ഇതിനിടെ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പിൽ കനത്ത മഴയിലും കാറ്റിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്ക്. കുളമ്പിൽ പടിഞ്ഞാക്കര അൻസാറിന്റെ ഭാര്യ 22 വയസ്സുള്ള മുബഷിറയ്ക്കാണ് പരിക്കേറ്റത്. ഇവരുടെ 3 വയസ്സുള്ള കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത്. ശക്തമായ കാറ്റിലും മഴയിലും വീടിന് സമീപത്തുണ്ടായിരുന്ന മരം ഓടിറ്റ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന മുബഷീറയുടെ തലയ്ക്കും കയ്യിലുമാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സമയത്ത് മുബഷീറയ്ക്കൊപ്പമുണ്ടായിരുന്ന ഇവരുടെ 3 വയസ്സുള്ള കുട്ടി പരിക്കൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സമാന രീതിയിൽ അത്തിക്കപ്പറമ്പ് കല്ലടിക്കുന്നത്ത് റസാഖിന്റെ വീട്ടിലേക്കും മരം പൊട്ടിവീണ് വീട് ഭാഗികമായി തകർന്നു. ഈ വലിയ മരമാണ് കടപുഴകി വീണത്. ഒരു വീടിൻ്റെ മുകളിലേക്കാണ് കടപുഴകി വീണത്. ഈ വീടിനകത്ത് അൻസാറിൻ്റെ ഭാര്യ മുബഷിറയാണ് ഉണ്ടായിരുന്നത്. ചെറിയ ഒരു 3 വയസ്സായ കുട്ടിയും ഉണ്ടായിരുന്നു.
മുബഷിറയ്ക്ക് കാര്യമായ പരിക്കുണ്ട്. തലയ്ക്കും അതുപോലെ ശരീരഭാഗത്തിൻ്റെ മുഴുവൻ ഓടുകൾ വീണ് തലയുടെ പല ഭാഗത്തായിട്ട് സാരമായ പരിക്കുകളായിട്ടുണ്ട്. ഇപ്പോൾ വികേലാസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ കാറ്റിലും മഴയിലും അമ്പലപ്പാറ പഞ്ചായത്തിൽ പരക്കെ നാശനഷ്ടം. ചെറുമുണ്ടശ്ശേരി 10-ാം വാർഡിൽ മരം വീണ് വീട് തകർന്നു. പഞ്ചായത്തിൽ മരങ്ങൾ പൊട്ടിവീണ വൈദ്യുതി വിതരണവും താറുമാറായി. ചെറുമുണ്ടശ്ശേരിയിൽ കുന്നത്ത് ജാനകിയുടെ വീടാണ് മരം വീണ് തകർന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തിലെ മറ്റ് വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ പൊട്ടിവീണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി വിതരണം താറുമാറായി. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ അപായകരമായി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഒഴിവാക്കി അപകടം ഒഴിവാക്കണമെന്ന് പഞ്ചായത്ത് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. കാലവർഷത്തിന്റെ ശക്തി കണക്കിലെടുത്ത് ഇനിയും മരച്ചിലകൾ നീക്കം ചെയ്യാത്തവർ അടിയന്തര പ്രാധാന്യത്തോടെ മരച്ചിലകൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളി മേഖലയിൽ ബുധനാഴ്ച ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. ആളപായമില്ല. അഗ്നിരക്ഷാസേനയും ക്രിട്ടിക്കൽ കെയർ എമർജൻസി പ്രവർത്തകരും ചേർന്നാണ് മേഖലയിലെ പ്രധാന പാതകളിലേക്ക് കടപുഴകി വീണ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. മേഖലയിൽ മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടങ്ങൾ വർദ്ധിച്ചത്. തേനൂർ പാണ്ടിയോട് മരങ്ങൾ പൊട്ടി റോഡിൽ വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഏകദേശം 50ഓളം മരങ്ങളാണ് പ്രദേശത്ത് കടപുഴകി വീണത്. വൈദ്യുതി ലൈനിന് മുകളിൽ വീണ് വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. പറളി KCB ഓഫീസ് പരിസരത്തെ മരം കടപുഴകി വീണ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തേനൂർ കോങ്ങാട് പാതയിൽ മുച്ചേരി മലയടിവാരത്തിൽ മരം പൊട്ടി റോഡിലേക്ക് വീണ് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. മേപ്പറമ്പ് കുറിശാംകുളം ഭാഗത്തും മരം പൊട്ടി വീണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയും ക്രിട്ടിക്കൽ കെയർ പ്രവർത്തകരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റി പാത ഗതാഗത യോഗ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മരം പൊട്ടി വീണ് STV കേബിൾ ലൈൻ തകർന്നു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പ്രദേശത്ത് കേബിൾ TV ഇന്റർനെറ്റ് സംവിധാനം താറുമാറായി. വാടാനംകുറിശി ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കേബിൾ ലൈനിന് മുകളിലേക്ക് മരങ്ങൾ പൊട്ടിവീഴുന്നത് പതിവായിട്ടുണ്ട്. കേബിൾ TV സംപ്രേഷണത്തെയും ഇന്റർനെറ്റ് സംവിധാനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധത വെളിപ്പെട്ട ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം സുമലത മോഹൻദാസ്. ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGOF പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുമലത മോഹൻദാസ്. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും വൈകിപ്പിക്കരുതെന്നും സുമലത മോഹൻദാസ് ആവശ്യപ്പെട്ടു. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും കേരളം വികസനത്തിൽ മുന്നേറുകയാണ്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കേരളത്തിൽ ബദൽ ശക്തിപ്പെടണം. തൊഴിലും കൂലിയുമെന്നതാണ് ഇടതു നയം. ആ നിലയ്ക്ക് ജീവനക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതാവാൻ പാടില്ലെന്നും സുമലത മോഹൻദാസ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റല്ലേ കേന്ദ്രം നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ഭൗതിക സാഹചര്യങ്ങൾ അവന്റെ ദാരിദ്ര്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ പരിഗണിക്കുന്ന ഒരു സമീപനം ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ശമ്പള കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ക്ഷാമബത്ത അനുവദിക്കുക, കാലഹരണപ്പെട്ട DPCCR നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M. ജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. വിജയകുമാർ, വൈസ് പ്രസിഡന്റ് MS. റീജ, BS. വിനോദ് കുമാർ, AKSTU ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ, K. കൃഷ്ണൻകുട്ടി, രശ്മി കൃഷ്ണൻ, റാണി R. ഉണ്ണിത്താൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്തം നവകേരളം 2024 പട്ടാമ്പി ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ശില്പശാലയിൽ 7 പഞ്ചായത്തുകളിൽ നിന്നായി 80ഓളം പേർ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ശില്പശാല നടന്നത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. റഷീദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ, ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റിൽ നിന്നും അസിസ്റ്റന്റ് ഡയറക്ടർ രാമദാസ് MP, രാംകുമാർ, BDO സുപ്രഭ, ജോയിന്റ് BDO സരിത, GO രാമചന്ദ്രൻ, ജ്യോതി, ബ്ലോക്ക് ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി.
ജില്ലയിലെ പ്രകൃത സ്ഥാനത്ത് നിന്ന് കരകയറാൻ കഴിയുകയുള്ളൂ. ഹരിത കർമ്മസേന അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളും സജീവമായി തന്നെ മാലിന്യ സംസ്കരണത്തിന് മാതൃകാപരമായി നിർത്തുകയും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനവും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് പഞ്ചായത്ത് തലത്തിലാണ്. പ്രാദേശിക ഭരണകൂടങ്ങളാണ്, പഞ്ചായത്ത് ഭരണ സ്ഥാപനങ്ങൾ. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വാഴക്കുട പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ പ്രദേശത്താണ് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. ആറ്റൂരിലെ വാഹന ഷോറൂമിന് സമീപമാണ് ആനയെ കണ്ടത്. റോഡ് മുറിച്ചുകടന്ന ആന പ്രദേശത്തെ ദീപാനിലയം സുകുമാരന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് 1 മണിക്കൂറോളം വീട്ടുവളപ്പിൽ തമ്പടിച്ചു. ഇതിനിടെ വീട്ടുവളപ്പിലെ തെങ്ങും വാഴയും നശിപ്പിച്ചു. വാഹന ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസാണ് ആനയെ ആദ്യം കണ്ടതും ദൃശ്യം മൊബൈലിൽ പകർത്തിയതും. വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടാനയെ കാടുകയറ്റി. 1 മാസത്തിനിടെ മുള്ളൂർക്കര പഞ്ചായത്തിൽ കാട്ടാന ഇറങ്ങുന്നത് ഇത് 2ാം തവണയാണ്. സംസ്ഥാന പാതയിലും ജനവാസ മേഖലയിലും കാട്ടാന സാന്നിധ്യം പതിവാകുന്നതിൽ ഭയചകിതരാണ് പ്രദേശവാസികളും യാത്രക്കാരും. വനാതിർത്തിയിൽ സൗരവൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് അരി വിതരണം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചില രാഷ്ട്രീയ വിരോധികൾ സാധാരണക്കാർക്ക് 29 രൂപ കിലോ കിട്ടുന്ന അരി നിഷേധിച്ചു ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇത് വെറും രാഷ്ട്രീയ സ്റ്റണ്ടാണ്. പക്ഷെ രാഷ്ട്രീയ സ്റ്റണ്ടല്ല എന്ന് പ്രായോഗികമായി ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. 500 പേർക്കാണ് അരി വിതരണം ചെയ്തത്. 1 കിലോവിന് 29 രൂപ നിരക്കിൽ 10 കിലോ കിറ്റാണ് വിതരണം നടത്തിയത്. സംസ്ഥാന കൗൺസിൽ അംഗം MP ശ്രീകുമാർ, സജീവ് ആരപ്പത്ത് എന്നിവർ ആദ്യ വിതരണം നടത്തി. ജനറൽ സെക്രട്ടറി MB സുരേഷ് ബാബു, MB രാമകൃഷ്ണൻ, കൃഷ്ണദാസ് തടുക്കശ്ശേരി, രാഹുൽ, ജിഷ്ണു, ഗോകുൽ, മഞ്ജുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബുധനാഴ്ച രാവിലെയായിരുന്നു അരി വിതരണം നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വിതരണം 2019 മുതൽ മുടങ്ങുന്നതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് SC/ST സംയുക്ത സമിതി. ഫണ്ട് വകമാറ്റിയിട്ടുണ്ടെന്ന സംശയം നിലനിൽക്കുന്നുണ്ടെന്നും സമിതി ചെയർമാൻ കിറ്റമ്പ ഷൺമുഖൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റ് ഉദ്യോഗസ്ഥർ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണെന്ന് SC/ST സംയുക്ത സമിതി ആരോപിച്ചു. കരാറുകാരന് നൽകാനും വാഹനം വാങ്ങാനുമാണ് ഫണ്ട് വകമാറ്റിയത്. സ്കോളർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം പോലും പ്രതിസന്ധിയിലാണ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് രക്ഷിതാക്കളും പ്രതിസന്ധിയിലായെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ലൈഫ് പദ്ധതിയിലും റീബിൽഡ് കേരളയിലും അനുവദിക്കുന്ന ഭവന പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേടും ഫണ്ട് തട്ടിപ്പും നടക്കുന്നുണ്ട്. പട്ടിക വിഭാഗങ്ങളെ വിവിധ തലങ്ങളിൽ അവഗണിക്കുന്നതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും ഭാരവാഹികളായ കിമ്പറ്റ ഷൺമുഖൻ, രാജൻ ആമ്പക്കാട് എന്നിവർ പറഞ്ഞു. ഇവിടെ പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിവരം ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് ഉണ്ടാകുന്നത്. പല വിദ്യാർത്ഥികളും കൃത്യമായിട്ട് അവർ സ്കോളർഷിപ്പ് ലഭിച്ചതുകൊണ്ട് പഠനം ഉപേക്ഷിച്ച് പോയ ഒരുപാട് ഉദാഹരണം പല ബ്ലോക്കുകളിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത് കൃത്യമായി ഇവിടെ കുടിശ്ശിക കൃത്യമായി ഇവിടെയും കൊടുക്കാനുണ്ട്. അവരെ ഉന്നത പഠനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ ഇത്തരം ഗ്രാന്റുകൾ ലഭിക്കാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും കരാറുകാരുടെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്നാണ് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പറയുന്നു അല്ലാന്ന് പറയുന്നു. അങ്ങനെ വകമാറ്റി ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഫണ്ടുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വീഴ്ച വരുത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കുന്നതാണ് ഞങ്ങൾ ഒന്ന് ആവശ്യപ്പെടുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ലൈഫ് പദ്ധതിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിലവിൽ ഈ പട്ടികജാതിപ്പെട്ട ആളുകളുടെ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യണം എന്നാണ് ഞങ്ങൾ കേരള സർക്കാർ ആവശ്യപ്പെടുന്നത്. രാജൻ അലനല്ലൂർ, രാധാകൃഷ്ണൻ കല്ലുവഴി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി പാലക്കാട്ട് ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, മീൻ വളർത്തൽ ജനകീയമാക്കുക,
ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് സുൽഫീഖർ അലി അധ്യക്ഷത വഹിച്ചു. എം അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി എ സമീർ ഖാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സൈദുപ്പ, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന ജയകൃഷ്ണൻ വടശ്ശേരി, ജനറൽ സെക്രട്ടറിയായിരുന്ന കുണ്ടളശ്ശേരി ജയപ്രകാശൻ എന്നിവരുടെ ചരമവാർഷികവും അനുസ്മരണവും സംഘടിപ്പിച്ചു. BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജയകൃഷ്ണന്റെ 7ാം അനുസ്മരണവും ജയപ്രകാശിന്റെ 4ാം അനുസ്മരണവുമാണ് സംഘടിപ്പിച്ചത്. രാവിലെ ഇരുവരുടെയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷമാണ് അനുസ്മരണ പ്രഭാഷണം നടന്നത്. പരിപാടിയിൽ ജനറൽ സെക്രട്ടറി MB സുരേഷ് ബാബു, ബിദിൻ കേരളശ്ശേരി, പഞ്ചായത്ത് അംഗം രാജീവ് മാസ്റ്റർ, MP ശ്രീകുമാർ, MB രാമകൃഷ്ണൻ, KH രവീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, ഗോപകുമാർ, രാഹുൽ, ജിഷ്ണു ശങ്കർ, ദീപക് കേരളശ്ശേരി, സുനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർഗീയ ജയകൃഷ്ണൻ, സ്വർഗീയ ജയപ്രകാശ് എന്നിവർ കേരളശ്ശേരിയിൽ പാർട്ടിയുടെ അടിത്തറ പാകിയ, നിസ്വാർത്ഥമായി പ്രസ്ഥാനത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിച്ച് പാർട്ടിയെ ഇന്നത്തെ കേരളശ്ശേരിയിൽ ഒരു പ്രതിപക്ഷ ശക്തിയാക്കി മാറ്റിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇവരുടെ വിയോഗം പാർട്ടിക്ക് വരുത്തിയിട്ടുള്ള നഷ്ടം വളരെ വലുതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് 2 കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കേന്ദ്ര ബജറ്റിൽ കേരളമെന്ന വാക്കുപോലും പരാമർശിച്ചില്ല. ബജറ്റ് പ്രഖ്യാപനത്തിൽ പരിഗണിച്ചത് കേന്ദ്ര മന്ത്രിസഭയുടെ നിലനിൽപ്പ് മാത്രമെന്നും AK ബാലൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് പാലക്കാട്ട് CITUവിന്റെ കുറ്റവിചാരണ. തൃശൂരിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ രക്ഷപ്പെട്ടു. അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത് ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പെരേര ശിക്ഷിക്കപ്പെട്ടത് ലഹരി കേസിൽ. രക്ഷപ്പെടൽ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ. കലിതുള്ളി കാലവർഷം. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാട്. മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി വിതരണവും കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനവും താറുമാറായി. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്ക്. മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാനയെ കണ്ടത് ആറ്റൂരിലെ വാഹന ഷോറൂമിന് സമീപം. വന്യമൃഗങ്ങൾ പതിവായി നാട്ടിലിറങ്ങുന്നത് തടയാൻ സത്വര നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.